1-ാം തീയതി എക്സിറ്റ് പോളുകൾ വരുന്നു. ഈ രാജ്യത്ത് ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് ഉള്ള 3 ഏജൻസികളാണ് 400 സീറ്റ് BJPക്ക് പ്രവചിച്ചത്. ആക്സിസ് മൈൻഡേയും ടുഡേയ്സ് ചാണക്യയും ഉൾപ്പെടെ അവരുടെ പ്രഡിക്ഷൻസ് മുമ്പ് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ അത് വിശ്വസിച്ചിട്ടുണ്ട്. ആ ബൂമാണ് തിങ്കളാഴ്ച 3-ാം തീയതി മാർക്കറ്റിൽ കണ്ടത്. ഇവിടെ അബിൻ പറഞ്ഞതുപോലെ മിഡിൽ ഇൻകം ഗ്രൂപ്പിൽപ്പെട്ട ഒരുപാട് ആളുകൾ വലിയ ലാഭം പ്രതീക്ഷിച്ച് ആ ദിവസം സ്റ്റോക്ക് മാർക്കറ്റിൽ പണം ഇറക്കിയിട്ടുണ്ട്, സ്റ്റോക്കുകൾ വാങ്ങിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസം യഥാർത്ഥ റിസൾട്ട് വന്നപ്പോൾ അവിടെ ദലാൽ സ്ട്രീറ്റിൽ ബ്ലഡ് ബാത്ത് സംഭവിക്കുകയും ചെയ്തു. ഇന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുന്നത് 30 ലക്ഷം കോടി രൂപയാണ് അങ്ങനെ ഈ പറഞ്ഞ സംഭവത്തിലൂടെ ഇല്ലാതായി പോയത്, സാധാരണക്കാരെ സംബന്ധിച്ച് ആവിയായി പോയതെന്നാണ്. അവിടെ ഇപ്പോൾ സ്വാഭാവികമായി അങ്ങനെയൊക്കെ നടക്കാം. ഹൈപ്പിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി വിപണി ബൂം ഉണ്ടാവുക, പിന്നെ തകര, ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ പ്രധാനമന്ത്രിയും അമിത്ഷായും ഗൗതം അദാനിയുടെ ചാനലുകൾ വഴി ജനങ്ങളോട് നിങ്ങൾ ഓഹരി വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞത് സ്പെസിഫിക് ആയി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഇന്ത്യ ചരിത്രത്തിലെ വലിയൊരു സ്കാമാണോ? JPC അന്വേഷണം എന്ന ആവശ്യം ന്യായമല്ലേ? നോക്കൂ, 232 സീറ്റുകളോളം മേടിച്ച് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ നില മാറിയ സമയത്ത് സ്വാഭാവികമായും രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറഞ്ഞത് ഇനി കുറച്ചുകൂടി ഗൗരവമായിട്ട് സർക്കാരിന് മുന്നോട്ട് പോകേണ്ടി വരും. കാരണം കുറെ കൂടി ശക്തമായ സംഘടിതമായ ഒരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊരു റെഗുലേറ്റിംഗ് ഫോഴ്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് ഇത്രയും കാലം തുടർന്നു വന്നിരുന്ന അതേ ബാലിശമായിട്ടുള്ള ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള രാഷ്ട്രീയം തന്നെയാണ് തങ്ങൾ തുടരാൻ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെ ഒട്ടും സീരിയസ് ആയിട്ട് ഈ രാജ്യം പരിഗണിക്കേണ്ടതില്ലെന്ന് വ്യക്തമാക്കുന്ന നിലയിലുള്ള ആദ്യ ആരോപണമാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയതും ഇന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള അബിൻ വർക്കി അത് ഏറ്റുപിടിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഒരു സ്കാം എന്ന് നിങ്ങൾ കാര്യം പറയുമ്പോൾ ഒരു രാജ്യത്ത് നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളെയും ഭരണകൂടത്തിനെതിരെയുള്ള സ്കാമുകളാക്കിയിട്ട് രാജ്യത്ത് നടക്കുന്ന വികസന പദ്ധതികൾ സ്കാമുകളാണ്, രാജ്യത്ത് നടക്കുന്ന ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കാമാണ്, രാജ്യത്ത് നടക്കുന്ന എക്സിറ്റ് പോളുകൾ സ്കാമാണ്, എല്ലാത്തിനെയും സ്കാമാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആളുകൾക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ദഹിക്കുന്ന ഒരു നെക്സസ് ഇത് തമ്മിൽ ഉണ്ടാവണം. ഇവിടെ 3 അൺകണക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റുകളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ സ്വാഭാവികമായി നടക്കുന്നൊരു സംഗതിയാണ് എക്സിറ്റ് പോളുകൾ. മൂഡ് ഓഫ് ദ നേഷൻ ആണ് പറയുന്നത്. എല്ലാ എക്സിറ്റ് പോളുകളും ഒരേപോലെ BJPയുടെ വിജയമാണ് പ്രവചിച്ചിരുന്നത്. എക്സിറ്റ് പോളുകൾ ശരിയാവുകയും തെറ്റാവുകയും ചെയ്തിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2004 എക്സിറ്റ് പോളുകളെല്ലാം ഒന്നിച്ച് തെറ്റിപ്പോയിട്ടുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. 2014 എക്സിറ്റ് പോളുകൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള അനുഭവമുണ്ട്. 2019 എക്സിറ്റ് പോളുകളെല്ലാം ശരിയായിട്ടുള്ള അനുഭവമുണ്ട്. 2024 വീണ്ടും എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുള്ള അനുഭവമുണ്ട്. എക്സിറ്റ് പോളുകൾ ശരിയാവുന്നതും തെറ്റാവുന്നതും ഒരു സെഫോളജിക്കൽ ഇവൻ്റാണ്. അത് ഈ രാജ്യത്ത് പൊതുവായി നടക്കുന്നതാണ്. 2, രാജ്യത്ത് സ്ഥിരതയുള്ള സർക്കാരുകൾ വരുമ്പോൾ ഓഹരി വിപണി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സ്വാഭാവിക ഫെനോമിനാണ്. എപ്പോഴൊക്കെ സ്റ്റേബിൾ ഗവൺമെൻറ് ഉണ്ടാവും, സ്ട്രോങ് ഗവൺമെൻറ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുമെന്നൊരു പ്രതീക്ഷ മാർക്കറ്റിന് കിട്ടുന്നു, അപ്പോഴെല്ലാം ഓഹരി വിപണികളിൽ നിക്ഷേപം ഉണ്ടാവുകയും മാർക്കറ്റ് മുകളിലേക്ക് ഉദിക്കുകയും ചെയ്യുന്നത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഫെനോമിനാണ്. 3, തെരഞ്ഞെടുപ്പ് നേരിട്ടതിന് ശേഷം ഫലം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു പാർട്ടി ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ്, ഞങ്ങൾ വലിയ വിജയം നേടും, ഞങ്ങൾ 400 സീറ്റുകൾ നേടും എന്ന് പറയുന്നതും വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഇവൻ്റാണ്. ഈ 3 ഇവൻറ്റുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്, ഇവ തമ്മിലൊരു നെക്സസ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ മാത്രമേ അതിലൊരു കറപ്ഷനോ അതിലൊരു സ്കാമോ ഉണ്ടാവുള്ളൂ. അതായത് ഓഹരി വിപണിയുടെ താല്പര്യപ്രകാരം അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ നിന്ന് BJPയിലേക്ക് പണം വരികയും ആ പണം ഉപയോഗിച്ചുകൊണ്ട് BJP എക്സിറ്റ് പോളുകൾ നിയന്ത്രിക്കുന്ന ഏജൻസികളെ സ്വാധീനിക്കുകയും ചെയ്തു. ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടും പണം വരിക, ഇവിടെ നിന്ന് അങ്ങോട്ടും പണം പോവുക. ഇത് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാത്തിടത്തോളം 3 സംഭവങ്ങൾ തമ്മിൽ സ്വാഭാവികമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതുകൊണ്ട് സാമാന്യ ബുദ്ധിയുള്ള ഒരാളും ഇതിലൊരു സ്കാം പറയില്ല. ഇതിലേതെങ്കിലും ഒരു കോടതിക്ക് മുമ്പിലോ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് മുമ്പിലോ നിലനിൽക്കുന്ന സോളിഡായ സൗണ്ടായിട്ടുള്ള ഒരു ആരോപണം പോലും ഇല്ല. ഇത് മാർക്കറ്റിൽ നടക്കുന്ന ഒരു സ്വാഭാവിക ഫെനോമിനാണ്. ഇപ്പോൾ എൻ്റെ സഹോദരനൊക്കെ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്. ഈ പറയുന്ന 4-ാം തീയതി വൈകുന്നേരത്തോടു കൂടി റിസൾട്ടിൽ BJPക്ക് വലിയ കുതിപ്പുണ്ടായിട്ടില്ല എന്ന് കണ്ട സമയത്ത് മാർക്കറ്റ് ഡൗൺ ആയിരുന്നു. ഒറ്റയടിക്ക് പെട്ടെന്ന് നിഫ്റ്റിയൊക്കെ ക്രാഷ് ചെയ്തിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്താ ചെയ്യുക? ആ സമയത്ത് വലിയ തോതിൽ ഓഹരികൾ വാങ്ങി കൂട്ടുകയാണ് ചെയ്യുക. കാരണം 2 ദിവസം കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപിക്കപ്പെടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യും, ഈ ഓഹരികളുടെ എല്ലാം മൂല്യം കൂടും. ആ സമയത്ത് ഇപ്പോൾ മേടിച്ചിട്ടുള്ള കുറഞ്ഞ വിലയ്ക്ക് മേടിച്ചിട്ടുള്ള ഓഹരികൾ വലിയ വിലയ്ക്ക് വിൽക്കാൻ സാധിക്കുമെന്ന ഇത്
മാർക്കറ്റിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ബുദ്ധിയാണ്. ഇതെല്ലാം വലിയ സ്കാമാണ്. ഇതിന്റെ എല്ലാം പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, ഇവർ സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കുന്നില്ല, ഇവർ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നില്ല, രാഷ്ട്രീയത്തെ ഇവർ തീരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഇനിയും ഇത്തരത്തിലുള്ള വളരെ ഗൗരവമില്ലാത്ത വളരെ ലഘുവായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാം എന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ കൂടുതൽ നിരാശയാണ് ജനങ്ങൾക്ക് ഇവരിൽ നിന്ന് ഉണ്ടാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഓക്കെ, ഈ ആരോപണത്തിന്റെ വിശദാംശങ്ങൾ അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യട്ടെ കോൺഗ്രസ് പാർട്ടി. പക്ഷേ അത് മാത്രമാണോ ശ്രീ ശങ്കു? ഇന്നലെ സി ന്യൂസ് എന്ന മാധ്യമമാണ് ഇതര മാധ്യമങ്ങളുടെ എക്സിറ്റ് പോളിനെ സംശയം മുനയിൽ നിർത്തിക്കൊണ്ട്, നോക്കൂ, സി ന്യൂസ് ഇടതുപക്ഷമോ കോൺഗ്രസോ ഒന്നും അല്ല എന്ന് താങ്കൾക്ക് അറിയാമല്ലോ, ഒരു നിലപാട് എടുക്കുകയും അവരവരുടെ ചാനൽ വഴി ഏറുകയും ചെയ്തത്. എക്സിറ്റ് പോളുകൾ തെറ്റിപ്പോവാം, സ്വാഭാവികമായി തെറ്റിപ്പോകാം, ഇത്തവണയും സ്വാഭാവികമായി തെറ്റിപ്പോയതാകാം എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ ഒരു പ്രധാനമന്ത്രി ഈ 4-ാം തീയതി സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ ബൂമുണ്ടാകും എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ അദ്ദേഹം പറഞ്ഞു. അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്? 19-ാം തീയതി, മെയ് 19-ാം തീയതി നരേന്ദ്രമോദി പറയുകയാണ് സ്റ്റോക്ക് മാർക്കറ്റ് വിൽ ബ്രേക്ക് റെക്കോർഡ്സ് ഓൺ ജൂൺ 4 എന്ന് പറയുകയാണ്. ജൂൺ 4 മുമ്പ് ഷെയറുകൾ നിങ്ങൾ വാങ്ങിച്ചോളൂ എന്ന് ജനങ്ങളോട് അമിത്ഷാ പറയാണ് ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ. ഈ രണ്ട് കാര്യങ്ങൾ, ഈ പ്രധാനമന്ത്രിയും അമിത്ഷായും ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെ പരാമർശം നടത്തിയത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായും നിങ്ങൾ വിശദീകരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് അത് ആളുകൾക്ക് അറിയാലോ. മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിലെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഒരു മൂഡ് ഓഫ് ദ നേഷന്റെ ഏറ്റവും മികച്ചതായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഗവൺമെന്റ് എങ്ങനെ പെർഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ രാജ്യത്തിന്റെ പൊതുവിലുള്ള അന്തരീക്ഷം, വ്യവസായ സമൂഹം എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല സോളിഡ് ആയിട്ടുള്ളൊരു ഇൻഡിക്കേറ്ററാണ് മാർക്കറ്റിൽ ഉണ്ടാവുന്ന ഉയർച്ചയും താഴ്ചയും. സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു സ്റ്റേബിൾ ഗവൺമെന്റ് ഉണ്ടാവുമെന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് റൈസ് ചെയ്യും. 4-ാം തീയതി മാർക്കറ്റ് റൈസ് ചെയ്യുമെന്ന് അമിത്ഷാ പറയുമ്പോൾ, നരേന്ദ്രമോദി പറയുമ്പോൾ അതിനർത്ഥം ഞങ്ങൾ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പോകുന്നു, വ്യവസായ സമൂഹം ഞങ്ങളെ വലിയ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നു, രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന ഞങ്ങളുടെ 2-ാം വരവോടുകൂടി കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്നു എന്ന ഹിന്റിംഗ് ആണത്. അതല്ലാതെ ഇതിലേതെങ്കിലും തരത്തിലുള്ള അഴിമതിയുടെ ഇതിന്റെ സ്വഭാവം കൊണ്ടല്ല. രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഇനി പ്രധാനമന്ത്രിയാവില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്നത് പോലെ BJPക്ക് പ്രതീക്ഷിക്കുന്ന വിജയം നേടാൻ സാധിച്ചിട്ടില്ല. ഈ 2 അൺകണക്റ്റഡ് ഇവന്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനും കൂടിയിട്ട് ഒത്തുകളിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു അഴിമതിയാണ് ഇതെന്ന് വാദിച്ചാൽ അതെന്തൊരു ബാലിശമായിട്ടുള്ള ആരോപണമാണ്. അതേപോലെ തെളിവുകളുടെ അഭാവത്തിൽ, യാതൊരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന എന്തെങ്കിലും ഒരു കണക്ഷന്റെ അഭാവത്തിൽ 3 അൺകണക്റ്റഡ് ഇവന്റ്സിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സ്കാം ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ പൊതുവായിട്ടുള്ള ആരോപണങ്ങളുടെ സ്വഭാവം മാത്രമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങളും ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ നടത്തിയിരുന്നല്ലോ, മാതൃഭൂമി നടത്തിയിരുന്നല്ലോ, രാജ്യത്തിന്റെ മൂഡ് ഓഫ് ദ നേഷൻ എങ്ങനെയാണ്, കേരളത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാ മാധ്യമങ്ങളും ഇതാക്കിയിരുന്നല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും BJPയിൽ നിന്ന് പണം കിട്ടിയിരുന്നോ? BJP ആണ് അധികാരത്തിൽ വരാൻ പോകുന്നത്, മൂഡ് ഓഫ് ദ നേഷൻ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതെല്ലാ ഏജൻസികളും, ഏതെങ്കിലും അദാനിയുടെ ചാനലിൽ ഇരുന്നുകൊണ്ട് മാത്രമല്ല നരേന്ദ്രമോദി ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളത്. നരേന്ദ്രമോദി രാജ്യത്തെ 72 ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, മാതൃഭൂമിക്ക് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ഏഷ്യാനെറ്റിന് ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. ഇവിടെ എല്ലാം നരേന്ദ്രമോദി ഈ കാര്യങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട്. ഈ പറയുന്ന എക്സിറ്റ് പോളുകൾ ഏതെങ്കിലും വിരലിലുണ്ടാവുന്ന 1-2 ഏജൻസികളല്ല ചെയ്തിട്ടുള്ളത്. ഈ രാജ്യത്തെ എക്സിറ്റ് പോളുകൾ ചെയ്യുന്ന മുഴുവൻ ഏജൻസികളും ഈ കാര്യമാണ് പ്രഡിക്റ്റ് ചെയ്തത്. എല്ലാവരും പറഞ്ഞൊരു കാര്യം തെറ്റായി പോകുമ്പോൾ അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നു ആരോപിക്കുന്നതിന്റെ സാമാന്യ ബുദ്ധി എവിടെയാണെന്നാണ് എന്റെ ചോദ്യം. ശരി, അതാണ് BJPയുടെ കൗണ്ടർ.